നമസ്കാരം. എ പത്മകുമാറിനെ CPM ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. പകരം ചുമതല ഓമല്ലൂർ ശങ്കരന് നൽകി. CPM ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെ CPM ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ഒഴിവാക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സജീവമാകുന്ന ഘടകമാണെന്നും 2-3 മാസം മുൻപ് തന്നെ പുതിയ ആൾക്ക് ചുമതല നൽകിയെന്നുമാണ് CPM നേതാക്കൾ പറയുന്നത്. ശബരിമല കേസിലെ നടപടികളുമായി ഇതിന് ബന്ധമില്ലെന്നും CPM നേതാക്കൾ വാദിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ഈ മാസം 5-നാണ് ജാമ്യത്തിലിറങ്ങിയത്. മുതിർന്ന നേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഓമല്ലൂർ ശങ്കരനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും പത്മകുമാർ നിർണായക ചുമതല വഹിച്ചിരുന്ന ആളാണ്. ഇദ്ദേഹത്തിനെതിരായ പാർട്ടിതല നടപടി ആലോചിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു. ഇതിനു മുൻപ് തന്നെ ഘട്ടഘട്ടമായ നടപടികൾ പാർട്ടി തുടങ്ങിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ പുറത്താക്കിയിരുന്നു. പിന്നാലെ ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിന് വിശദീകരണവും തേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കാനാണ് തിടുക്കത്തിൽ പാർട്ടി നടപടികൾ. പാർട്ടി പദവികളിൽ നിന്ന് പത്മകുമാറിനെ ഒഴിവാക്കുമെന്നാണ് സൂചന. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.